നമസ്കാരം. ചില സിനിമാ ഡയലോഗുകൾ നമുക്ക് ചിലപ്പോൾ ഒരു ഓർമ്മയായി നിൽക്കും. ചില ഹീറോകൾ അങ്ങനെയാണ്. ആ ഹീറോകളുടെ വാക്കുകൾ, ആ നായകൻ്റെ വാക്കുകൾ ചിലപ്പോൾ ഒരു പ്രതിധ്വനിയായി മാറുകയും ചെയ്യും. അങ്ങനെ പലരുണ്ട് നമുക്ക് ഓർത്തു വയ്ക്കാൻ. ജീവിതത്തിൽ, സിനിമയിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും അതിന് കായിക ലോകത്താണെങ്കിലും അത്തരത്തിൽ ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വിശേഷം. അത്തരത്തിൽ വിശേഷപ്പെട്ട പലരും നമുക്ക് മുൻപിൽ കഥാപാത്രങ്ങളായും ചിലപ്പോൾ നായകരായും നമുക്ക് ചെയ്യാൻ കഴിയാത്ത പലതും ചെയ്യുന്ന നമ്മുടെ തന്നെ പരിച്ഛേദങ്ങളുമായിട്ടൊക്കെ എത്താറുണ്ട്. ഒരു കാര്യം, കൊള്ളരുതാത്തവർ തൻ്റെ സ്വാർത്ഥത കൊണ്ടും ക്രൂരത കൊണ്ടും നീതിമാന്മാരുടെ പാതയെ എല്ലാ വശങ്ങളിൽ നിന്നും ആക്രമിക്കും. ഓർമ്മയുണ്ടാകും ഈ ഡയലോഗ്. ഈ അന്ധതയുടെ താഴ്വരയിൽ നിന്നും നീതിമാന്മാരെ കരകയറ്റുന്നവർ അനുഗ്രഹീതനാകുന്നു. കാരണം അവൻ തങ്ങളുടെ സഹോദരങ്ങളുടെ രക്ഷകനും വഴിതെറ്റിയ കുഞ്ഞാടുകളുടെ വഴികാട്ടിയുമാകുന്നു. അതിനാൽ എൻ്റെ സഹോദരങ്ങളെ വിഷം കുത്തിവയ്ക്കുവാൻ തുനിയുന്നവർ അതാരായാലും അവരുടെ മേൽ അശനിപാതം പോലെ ഞാൻ പ്രഹരമേൽപ്പിക്കും. എൻ്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നു എന്ന്. ഒരേ ഒരു രാജാവ്. നിറഞ്ഞ കഴിയലുകളോടുകൂടി നേടിയ ഒരു ഡയലോഗാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ഒരു കറുത്ത അധ്യായം ഉണ്ടായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റിന്. ക്രിക്കറ്റ് എന്ന വിനോദം തന്നെ ഒരു ജനതയിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥിതിഗതികൾ. വിഗ്രഹങ്ങളായി പ്രതിഷ്ഠിക്കപ്പെട്ടവർ തന്നെ വിഗ്രഹങ്ങൾ താനെ ഉടച്ചു പോയപ്പോൾ പ്രതിസന്ധിയിലായത് അതേ ക്രിക്കറ്റ് മാമാങ്കങ്ങൾ തന്നെയാണ്. ചരിത്ര പ്രസിദ്ധമായ കോഴ വിവാദം അലയടിക്കുമ്പോൾ നായകസ്ഥാനം വീണ്ടും സച്ചിൻ ടെണ്ടുൽക്കറുടെ കൈകളിലേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. സച്ചിൻ അത് നിഷേധിച്ചപ്പോൾ രാജകുടുംബത്തിൽ ജനിച്ച അന്ന് വരെ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഇടംകയ്യൻ ബാറ്ററിലേക്ക് ആ ക്യാപ്റ്റൻ പദവി എത്തിച്ചേരുന്നതും നമ്മൾ കണ്ടു. ലോകം വെട്ടിപ്പിടിച്ചപ്പോൾ കരുത്തായിരുന്ന പല താരങ്ങളുടെയും ഇഷ്ടനായകനായി മാറിയ, പലരുടെയും രക്ഷകനായി മാറിയ, അല്ലെങ്കിൽ എതിർ ടീമുകളെ അങ്ങോട്ട് വെല്ലുവിളിച്ചുകൊണ്ട് പടനയിച്ച അന്നുവരെ ഉണ്ടായിരുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് നായക സങ്കല്പങ്ങളെയൊക്കെയും അല്ലെങ്കിൽ ആ റെക്കോർഡുകളൊക്കെയും തകർത്ത് തരിപ്പണമാക്കിയ ഓഫ് സൈഡിൽ എത്ര പേരെ നിർത്തിയാലും കണ്ണിമ ചിമ്മുന്നതിന് മുന്നേ തന്നെ പന്ത് അതിർത്തി കടത്തിയിരുന്ന സ്പിന്നർമാരുടെ അന്തകനായ ഒരാളുടെ ഉദയമായിരുന്നു അത്. ദ റിയൽ ക്യാപ്റ്റൻ ഓഫ് ക്യാപ്റ്റൻസ്. താൻ നേടുന്ന 30 റൺസും തടുത്തിടുന്ന 30 റൺസും മുതൽ അതൊരു മുതൽക്കൂട്ടാണ് എന്ന് പറഞ്ഞ് കൈഫിനെ സംരക്ഷിച്ച നായകൻ. സച്ചിനോടൊപ്പം ഇന്നും മറ്റാർക്കും തകർക്കാൻ കഴിയാത്ത അത്രയും തന്നെ റെക്കോർഡുകൾ സൃഷ്ടിച്ചിട്ടും തനിക്ക് പ്രിയപ്പെട്ട ഓപ്പണർ സ്ഥാനം ബീരുവിന് നൽകിയവൻ. നീ ഇതിൽ പരാജയപ്പെട്ടാലും നീ എൻ്റെ ടീമിലുണ്ടാവുമെന്ന് പറഞ്ഞ ഒരേ ഒരു നായകൻ. യുവത്വത്തിൻ്റെ ചോരത്തിളപ്പിൽ വിവാദങ്ങളിലും മറ്റും പെട്ടു പോകാതെ യുവി എന്ന യുവരാജ് സിംഗിനെ സംരക്ഷിച്ച നായകൻ. ട്രക്ക് ജോലിക്ക് പോകാൻ ഒരുങ്ങിയിരുന്ന ഒരാളെ തിരിച്ചു വിളിച്ച് ഓസ്ട്രേലിയയെ ചുട്ടരിച്ച ഭാജിയുടെ നായകൻ. 3ാം സ്ഥാനവും ഒരാളുടെ ആത്മവിശ്വാസവും ഇരട്ടിയാക്കി വെടിക്കെട്ട് നടത്തുവാൻ ധോനിയെ പറഞ്ഞയച്ച ഒരു നായകൻ. ദ്രാവിഡിനെ വിക്കറ്റ് കീപ്പറുടെ അധിക ചുമതല ഏൽപ്പിച്ച വിജയിച്ച നായകൻ. ഇടത് കയ്യൻ പേസർ എത്രത്തോളം അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കി സഹീറിനെ നെഞ്ചോട് ചേർത്ത് വെച്ച നായകൻ. കുംബ്ലെ ടീമിലില്ലെങ്കിൽ ഇവിടെ നിന്നും പുറത്തു പോവില്ല എന്ന് പറഞ്ഞ ഒരേ ഒരു നായകൻ. നെഹ്റ, പട്ടേൽ, മോംഗിയ, ഗംഭീർ, പത്താൻ എന്നിവരുടെയൊക്കെ നായകൻ. ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ മുഖചിത്രമായ സച്ചിൻ്റെ ബാറ്റിങ്ങിൽ മാത്രം വിശ്വസിക്കാതെ 10 ഓവർ തുടർച്ചയായി എറിയിപ്പിച്ച് വിജയിപ്പിച്ച ഒരേ ഒരു നായകൻ. കപ്പുകൾ കുറവായിരുന്നു, പക്ഷേ അടുത്ത തലമുറ ജയിക്കാൻ പ്രാപ്തരാക്കിയിരുന്നു. ഇങ്ങോട്ട് വെല്ലുവിളിച്ചവരെ അവരുടെ മടയിൽ ചെന്ന് ആക്രമിച്ചതടക്കം അദ്ദേഹമായിരുന്നു എന്നുള്ളതാണ്. വിരോധികളുടെ ഭാഷയിൽ പറഞ്ഞാൽ അഹങ്കാരി, താന്തോന്നി. എന്നാൽ സ്നേഹിക്കുന്നവർ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ നായകനെ അല്ലെങ്കിൽ ആ ഇതിഹാസത്തെ ദാദ എന്ന് വിളിച്ചു. വെള്ളം കൊടുക്കാനല്ല, കളിക്കാനാണ് ഞാൻ വന്നത് എന്ന് മാനേജ്മെൻറ്റിനോട് തുറന്നടിച്ച, സ്റ്റീവോയെ ടോസ് ഇടുന്ന സമയത്ത് കുറച്ചു നേരം കാത്തിരിക്കാൻ പ്രേരിപ്പിച്ച അല്ലെങ്കിൽ പരിഹസിച്ച, വീട്ടിൽ കയറി ഷോ കാണിച്ച ഫ്ലിൻഡോഫിനെ ക്രിക്കറ്റിൻ്റെ തറവാട്ടിൽ കയറി മറുപടി കൊടുത്ത ഞങ്ങളുടെയൊക്കെ വലിയേട്ടൻ സൗരവ് ഗാംഗുലി. തുടർച്ചയായി 4 വർഷങ്ങളിൽ ഏകദിനത്തിൽ 1000+ റൺസ്, തുടർച്ചയായി 2 വർഷങ്ങളിൽ ഏകദിനത്തിൽ 1500+, അങ്ങനെ ഏകദിനത്തിൽ തുടർച്ചയായി 4 മാൻ ഓഫ് ദി മാച്ച്, 3 വർഷങ്ങളുടെ ഇടവേളയിൽ തുടർച്ചയായി 3 ICC ഫൈനലുകൾ കളിച്ച ആദ്യ നായകൻ.
സച്ചിനോടൊപ്പം നേടിയ റെക്കോർഡുകൾ പരാമർശിച്ചാൽ തീരുകയുമില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. എരുതിയിൽ വീണ ഇന്ത്യൻ ടീമിനെ യുവരക്തങ്ങളെ വളർത്തിയെടുത്ത് സീനിയർ താരങ്ങളെ കൂട്ടുപിടിച്ച് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയ സൗരവ് ഗാംഗുലി എന്ന പ്രിയപ്പെട്ട ദാദ. ഒരു ലോകകപ്പ് നിങ്ങൾ അർഹിച്ചിരുന്നു, പക്ഷേ അത് സാധ്യമായില്ല. അതിൽ നിങ്ങൾ പരിഭ്രമിക്കുന്നത് കണ്ടിട്ടില്ല. മാത്രവുമല്ല, നിങ്ങൾ സംരക്ഷിച്ച ആ കുട്ടികൾ അവരുടെ പ്രതിഭ അത് പുറത്തു കാട്ടിയപ്പോൾ ലഭിച്ച ലോകകപ്പ് വിജയങ്ങൾ ഏറ്റവും അധികം ആഘോഷിച്ചതും നിങ്ങൾ തന്നെയല്ലേ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. ഒരിക്കലും യുവരാജ് പറഞ്ഞതുപോലെ ഇതുപോലൊരു നായകന് വേണ്ടി മരിക്കുവാൻ, അല്ലെങ്കിൽ ഇതുപോലൊരു നായകന് വേണ്ടി മരിക്കുവാൻ പോലും തയ്യാറാണ് എന്നാണ്. അതുപോലെ മുൻ ഇന്ത്യൻ താരമായിട്ടുള്ള കൃഷ്ണമാചാരി ശ്രീകാന്ത് ഒരിക്കൽ പറഞ്ഞത്, ഏറ്റവും മോശം അവസ്ഥയിൽ കടന്നു പോകുമ്പോഴും ഫാൻസിൻ്റെ പിന്തുണ എന്നും ഉണ്ടാവുമെന്നുറപ്പുള്ള 2 പേരെ ഇന്ത്യയിൽ ഇന്നുള്ളൂ. അതിലൊരാൾ നിങ്ങളാണ് ദാദാ സൗരവ് ഗാംഗുലി. ആ ഗാംഗുലിയെ മറന്നുകൊണ്ട് ഒരു ഇന്ത്യൻ ക്രിക്കറ്റും പൂർണ്ണമായിട്ടില്ല. ഒരു ഇന്ത്യക്കാരനും മറക്കില്ല ദാദ എന്ന സൗരവ് ഗാംഗുലിയെ. സച്ചിനോടൊപ്പം ചേർത്ത് വെക്കാം, അല്ലെങ്കിൽ സച്ചിനോടൊപ്പം നിൽക്കുന്നതിൽ നിന്നും ഒരു പടി മുകളിലേക്കും വയ്ക്കാം. മറക്കില്ല സൗരവ് ഗാംഗുലിയെ. സൗരവ് ഗാംഗുലി എന്ന ആ ക്യാപ്റ്റനെ, ഇന്ത്യക്ക് വേണ്ടി പടനയിച്ച ആ ധീരനെ. അതുകൊണ്ട് മാത്രമാണ് ചില നായക സങ്കല്പങ്ങൾ ഉടഞ്ഞു പോകില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത്. ലൂസിഫർ എന്ന മലയാള സിനിമയിൽ മോഹൻലാൽ പറഞ്ഞ വാചകങ്ങളിലൂടെ, ആ ഡയലോഗുകളിലൂടെ ഞാൻ തുടങ്ങിയ ഈയൊരു കഥ സൗരവ് ഗാംഗുലി എന്ന ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ നെടുന്തൂണായി മാറിയിരുന്ന ഒരു ക്രിക്കറ്റ് ക്യാപ്റ്റനെ കുറിച്ച് മാത്രമല്ല, ഒരു രാജ്യത്തിന് ഇത്രത്തോളം അഭിമാനിക്കാൻ കഴിയാവുന്ന നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തി, ഒപ്പം ഇത്രത്തോളം ദേശാഭിമാനം കാത്തുസൂക്ഷിച്ച ഒരു നായകൻ, ഒരു ഇന്ത്യക്കാരൻ, അതാണ് ദാദ എന്ന സൗരവ് ഗാംഗുലി.